എല്ലാവർക്കും നമസ്കാരം. ജി ഫോർ ഗുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിക്കൻ കറിയെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഈ വിഭവം നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ഭക്ഷണരീതിയിൽ ഏറ്റവും പ്രചാരമുള്ള രുചികരമായ ഒരു വിഭവം ചോദിച്ചാൽ പലരും പറയുന്ന ഉത്തരമാണ് ചിക്കൻ കറി. മസാലയുടെ ഗന്ധവും തൈര്, തേങ്ങാപ്പാൽ, മല്ലി ഇവയുടെ ഒരുമിച്ച് ചേർന്ന രുചിയും ചിക്കൻ കറിയെ പലരുടെയും വായിൽ വെള്ളം വരുത്തുന്ന വിഭവമാക്കുന്നു. എന്നാൽ അത്രയും ആകർഷണീയമായ ഈ വിഭവം ആരോഗ്യപരമായി നല്ലതാണോ മോശമാണോ എന്നത് ഇന്നും ചർച്ചാ വിഷയമാണ്. അതിന്റെ ഉത്തരം ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല, കാരണം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉപയോഗിക്കുന്ന രീതി, പാചകശൈലി, മാംസത്തിന്റെ ഉറവിടം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ചിക്കൻ കറിയുടെ ഗുണങ്ങൾ. 1. പോഷക മൂല്യം. ചിക്കൻ മാംസം പ്രോട്ടീൻ സമൃദ്ധമാണ്. ശരീരത്തിലെ പേശികളുടെ വളർച്ചയ്ക്കും ശരിയായ പ്രവർത്തനത്തിനും ആവശ്യമായ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, അയൺ, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. നല്ല രീതിയിൽ പാകം ചെയ്ത ചിക്കൻ കറി ശരീരത്തിന് ഉണർവ് നൽകുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2. നല്ല രുചിയും വൈവിധ്യവും. ചിക്കൻ കറി വിഭവപരമായി ഒട്ടുമിക്ക ആളുകളുടെയും രുചിപൂർണ്ണ വിഭവങ്ങളിലൊന്നാണ്. ഇത് വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിൽ പാകം ചെയ്യപ്പെടുന്നു. കേരളത്തിൽ തേങ്ങാപ്പാൽ ചേർന്ന കറി, ഹൈദരാബാദിൽ മുഗ്സ്റ്റൽ കറി, ഉത്തരേന്ത്യയിൽ മസാല ചേർത്ത കറി എന്നിങ്ങനെ പതിനായിരക്കണക്കിന് രുചികൾ ചിക്കൻ കറിയെ ഏറെ ജനപ്രിയവും വൈവിധ്യവുമാക്കുന്നു. 3. ഉണർവിനും ഊർജത്തിനും സഹായം. മിതമായി കഴിച്ചാൽ ചിക്കൻ കറി ഉണർവേറിയ ഒരു ഭക്ഷണമാണ്. ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കു വേണ്ടിയുള്ള പോഷകസമ്പന്നമായ ഭക്ഷണമായി ഇത് പരിഗണിക്കാം. കൺജസ്റ്റഡ് ആയ ദിവസങ്ങളിൽ ചിക്കൻ കറി ശരീരത്തെ ഉണർത്തുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ ദോഷങ്ങൾ നോക്കാം. 1. അമിതമായ മസാലയും എണ്ണയും. മിക്കവാറും ഇറച്ചി വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ അധികമായ എണ്ണയും മസാലയും ചേർക്കപ്പെടാറുണ്ട്. ഇത് രുചിക്ക് ഉത്തമമായതായാലും ആരോഗ്യത്തിന് ദോഷകരമാണ്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അസിഡിറ്റി തുടങ്ങിയവക്ക് വഴിവെക്കാൻ ഇത് കാരണമാകാം. 2. സുരക്ഷിതമല്ലാത്ത ഇറച്ചി. പലപ്പോഴും വിപണിയിൽ ലഭ്യമായ ചിക്കൻ മാംസം കൃത്രിമമായ വളർച്ചാ മരുന്നുകൾ ഉപയോഗിച്ച് വളർത്തിയതാവാം. ആന്റിബയോട്ടിക്കുകളും ഹോർമോണുകളും ചേർത്ത കോഴികൾ ആരോഗ്യത്തിന് അപകടം വിതക്കാൻ സാധ്യതയുള്ളവയാണ്. ഇത്തരം മാംസം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന കറികൾ ദീർഘകാലത്തെ രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടും. 3. ഇറച്ചിയുടെ അധിക ഉപയോഗം. ശരീരത്തിന് ആവശ്യമായ മാംസം ലഭിക്കുമ്പോൾ അതിലും അധികം കഴിക്കുന്നത് ശരീരഭാര വർധന, ഹൃദ്രോഗം, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ, ഹീറ്റ് ബോഡി തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഉയർത്തുന്നു. ദിവസേനയും ആവർത്തിച്ചും ചിക്കൻ കറി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉയർന്ന ഭീഷണിയാണ്. ഉപസംഹാരം. ഒരു ഭക്ഷണം നല്ലതോ മോശമോ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടത് അതിന്റെ സങ്കേതയെ ആധാരമാക്കിയാണ്. ചിക്കൻ കറി ശരിയായ രീതിയിൽ പാചകം ചെയ്താൽ, ശുദ്ധമായ ഇറച്ചി ഉപയോഗിച്ചാൽ, മിതമായി കഴിച്ചാൽ അതൊരു പോഷകസമ്പന്നമായ ഭക്ഷണമാണ്. പക്ഷേ അതിയായി ആശ്രയിച്ചാൽ അതിൽ ദോഷങ്ങളും ഉണ്ടാകും. ഭക്ഷണത്തിൽ പ്രതിദിന വൈവിധ്യം അനിവാര്യമാണ്. അതിനാൽ തന്നെ ചിക്കൻ കറി പ്രിയപ്പെട്ട ഭക്ഷണമായാലും മിതമായി മാത്രം ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തിന് സൗഹൃദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവർക്ക് അയച്ചു നൽകുക.